ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സംഭവങ്ങളാലല്ല, അവയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതുകൊണ്ടാണ്. ഒരേ സാഹചര്യത്തിൽ രണ്ടാളുകൾ രണ്ടു വിധം പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരാൾ അതിൽ വിഷമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റൊരാൾ ശാന്തമായി അതിനെ നേരിടുന്നു. ഈ വ്യത്യാസം പുറത്തെ സാഹചര്യങ്ങളിലല്ല, മറിച്ച് അവരുടെ മനസ്സിൻ്റെ ബോധത്തിലാണ്. ഈ ബോധത്തെ വളർത്തുന്ന ശക്തമായ മാർഗമാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്നത് ഓരോ നിമിഷത്തെയും ശ്രദ്ധയോടെ ബോധപൂർവം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഭാവമാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ ഓർക്കും, ചിലപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ നിമിഷത്തിൻ്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. മൈൻഡ്ഫുൾനെസ് നമ്മെ വീണ്ടും ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. മൈൻഡ്ഫുൾനെസ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നമ്മുടെ അകത്തെ ലോകത്തെയും പുറത്തുള്ള ലോകത്തെയും തമ്മിൽ ഒരു ആരോഗ്യകരമായ ബന്ധം സൃഷ്ടിക്കുന്നു. അകത്തെ ലോകം ശാന്തവും വ്യക്തവുമെങ്കിൽ പുറത്തെ ലോകത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും നമ്മെ അധികം തകർക്കില്ല. മറിച്ച് മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി തോന്നും. അതിനാൽ മൈൻഡ്ഫുൾനെസ് മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ജീവിത കഴിവാണ്. മനഃശാസ്ത്രപരമായി മൈൻഡ്ഫുൾനെസ് നമ്മെ ആവേശപരമായ പ്രതികരണങ്ങളിൽ നിന്ന് ബോധപൂർവമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. സാധാരണയായി ഒരു സംഭവം നടന്നാൽ നാം ഉടനെ പ്രതികരിക്കും. എന്നാൽ മൈൻഡ്ഫുൾനെസ് ഉള്ള ഒരാൾക്ക് ഒരു നിമിഷം നിർത്തി തൻ്റെ മനസ്സിനെ കാണാൻ കഴിയും. ആ ചെറിയ ഇടവേള മനസ്സിന് വ്യക്തത നൽകുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമാധാനപരവും വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. മൈൻഡ്ഫുൾനെസ് ജീവിതത്തിൽ പ്രയോഗിക്കാൻ വളരെ ലളിതമായ രീതികൾ തുടങ്ങാം. ആദ്യം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരുന്ന് ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. രണ്ടാമതായി നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിക്കണം. ചിന്തകൾ വരുമ്പോൾ അവയെ അടിച്ചമർത്തേണ്ടതില്ല. അവയെ ഒരു സാക്ഷിയെപ്പോലെ കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ചിന്തകൾ വരികയും പോവുകയും ചെയ്യുന്ന തരംഗങ്ങൾ മാത്രമാണെന്ന്. ഈ തിരിച്ചറിവ് മനസ്സിൻ്റെ ഭാരത്തെ കുറയ്ക്കുന്നു. മൂന്നാമതായി ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബോധം കൊണ്ടുവരിക. നടക്കുമ്പോൾ ഓരോ ചുവടും ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും അനുഭവവും ശ്രദ്ധിക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. ഇങ്ങനെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മനസ്സ് കൂടുതൽ സജീവവും ശാന്തവുമാകും. മൈൻഡ്ഫുൾനെസ് വളരാൻ പ്രധാനമായും സ്ഥിരമായ പരിശീലനം ആവശ്യമാണ്. ഓരോ ദിവസവും കുറച്ചു സമയം സ്വയം നിരീക്ഷിക്കാൻ ചെലവഴിക്കുന്നത് മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. ഈ പരിശീലനം തുടർന്നാൽ നമ്മൾ പതുക്കെ പതുക്കെ കൂടുതൽ ക്ഷമയുള്ളവരായി, ശാന്തരായി, വ്യക്തതയുള്ളവരായി മാറും. ആത്മീയമായ നിലയിൽ മൈൻഡ്ഫുൾനെസ് നമ്മെ നമ്മുടെ ഉള്ളിലെ ആഴത്തുള്ള ശാന്തിയിലേക്ക് നയിക്കുന്നു. കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കൂടുതൽ വ്യക്തമായി അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ജീവിതം ഒരു മത്സരമല്ല, മറിച്ച് ബോധപൂർവമായ ഒരു അനുഭവ യാത്രയാണെന്ന് മനസ്സിലാകും. മൈൻഡ്ഫുൾനെസ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാനല്ല,
മറിച്ച് ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കാനാണ്. അപ്പോൾ നമ്മുടെ അകത്തെ ലോകവും പുറത്തുള്ള ലോകവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നു. ആ ബാലൻസാണ് ജീവിതത്തെ കൂടുതൽ സമാധാനപരവും സന്തോഷകരവുമാക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.